ഹായ്, ദിസ് ഇസ് റോസ്മി. ഇന്ന് ഞാനൊരു റീസേ വില്ലയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലാൻഡ് ഏരിയ വരുന്നത് 8.41 സെൻറ്റ്സ് ആണ്. 2275 സ്ക്വയർ ഫീറ്റ് ഏരിയ, 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഈ വില്ലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നല്ല വലിപ്പത്തിലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ, ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലൊക്കെയാണ് കിട്ടുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, നല്ലൊരു ലാൻഡ് ഏരിയ കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു വില്ലകൾ ഉണ്ടോ എന്നുള്ളത്. അവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. ഇന്നത്തെ ഈ ഒരു റീസെയിൽ വില്ല ഒരു 4.79 ഏക്കേഴ്സിൽ 40 വില്ലാസ് മാത്രമുള്ളൊരു കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. ഗ്രീനറിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എലിവേഷൻ ഒരു ഇറ്റാലിയൻ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വില്ലയുടെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുന്നേ ഈ ലൊക്കേഷനെ പറ്റി ഞാനൊന്ന് പറയാം. നാഷണൽ ഹൈവേ 66ൻ്റെ പണി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കൊച്ചിയിൽ വരുമ്പം അത് കണക്ട് ചെയ്യുന്നത് എടപ്പള്ളി, വരാപ്പുഴ, കൂനമ്മാവാണ്. ശരിക്കും പണ്ട് ഞാൻ ഈ ഒരു വില്ല പ്രോജക്റ്റിൽ പോയ സമയത്ത് ഈ ഒരു ലൊക്കേഷനിൽ ഇപ്പോൾ പോകുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അടയാളം പോലും അറിയാത്ത രീതിയിൽ റോഡിൻ്റെ വൈഡനിങ് നടന്നിരിക്കുകയാണ്. വൺസ് ഇതിൻ്റെ പണിയെല്ലാം തീർന്നു കഴിയുമ്പം, ഇതിൻ്റെ റോഡിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ലുലുമോളിൽ എത്താൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് കൂടിയാണ്. പിന്നെ ഇപ്പോൾ വില്ല പ്രോജക്റ്റുകൾ ടൗണിനോടടുത്തൊക്കെ ലോഞ്ച് ചെയ്യുമ്പം ലാർജ് ലാൻഡ് ഏരിയയിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ലാൻഡിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട്. അപ്പം അവിടെ ഇതിലാണെങ്കിൽ ഒത്തിരി കൂടുതൽ ലാൻഡ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒന്ന് തന്നെയാണ്. അതേപോലെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ അകത്താണെങ്കിലും പൂള്, ക്ലബ് ഹൗസ്, ജിം, കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ, നിറയെ നടക്കാനുള്ള ഏരിയ, അങ്ങനെ കുറച്ച് നല്ല നല്ല ഫെസിലിറ്റീസ് ആയിട്ടുള്ള വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഈ വില്ലയുടെ അകത്തേക്ക് വരുമ്പോൾ 2275 സ്ക്വയർ ഫീറ്റ് ഏരിയ. നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് റൂമാണ്. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്കൊരു ഫ്രഞ്ച് വിൻഡോസിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പം നമുക്കൊരു മോർണിംഗ് കോഫി കുടിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ ശേഷം നമുക്കതൊന്ന് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് താഴെ ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഈ വർക്ക് ഏരിയയുടെ പുറത്തായിട്ട് നമുക്കൊരു സെർവൻസ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. മേളിലേക്ക് പോകുന്ന സമയത്ത് ഒരു നല്ലൊരു വളരെ സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു അപ്പർ ലിവിങ് റൂമിൽ നിന്ന് നമുക്ക് വീണ്ടും ഒരു വലിയ, എനിക്ക് ഏറ്റവും ഈ വില്ലയിൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. ഒരു ഓപ്പൺ ബാൽക്കണിയാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. പിന്നെ രണ്ട് ബെഡ്റൂംസ് ഉണ്ട്. 2 സൈഡിലായിട്ടാണ് കേട്ടോ. കുറച്ച് ഒരു പ്രൈവസി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. എടപ്പള്ളിയിൽ കുറേ നാളായിട്ട് നിങ്ങളൊരു വില്ല പ്രോജക്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങാത്തതാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനായിരിക്കും. കാരണം ഇപ്പോൾ ഈ റോഡിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് എടപ്പള്ളിയിലേക്ക് ഏറ്റവും അടുത്ത് ആക്സസ് ഉള്ളൊരു ലൊക്കേഷൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അപ്പം നല്ലൊരു വില്ല പ്രോജക്റ്റിൽ നല്ലൊരു റീസെയിൽ വില നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.